ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് ഹൈ വൈബ്രേഷൻ ആണോ അല്ലയോ എന്ന് കറക്റ്റായി തിരിച്ചറിയാനുള്ള സൈൻസ് ആണ് പറയുന്നത്. ലക്ഷണങ്ങളാണ് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നത്. അപ്പോൾ ആദ്യം തന്നെ മനസ്സിൽ വെക്കുക, നിങ്ങൾ ഏഞ്ചൽ നമ്പേഴ്സ് കണ്ടു, റിപ്പീറ്റിംഗ് നമ്പേഴ്സ് കണ്ടു, പൂമ്പാറ്റകളെ കണ്ടു, ദെൻ നിങ്ങൾ ഹൈ വൈബ്രേഷൻ ആണെന്ന് ഒരിക്കലും ഈ വീഡിയോയിൽ പറയാൻ പോകുന്നില്ല. കാരണം ആർക്കോ വേണ്ടി പറക്കുന്ന പൂമ്പാറ്റയല്ല, ആരോ എഴുതിയ നമ്പറുകളല്ല നിങ്ങളുടെ വൈബ്രേഷൻ തീരുമാനിക്കുന്നത്. നിങ്ങളാണ് തീരുമാനിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ വൈബ്രേഷൻ ഹൈ ആണോ അല്ലയോ എന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റുന്നത് വേറെ ആരോ അല്ല, നിങ്ങൾ മാത്രമാണ്. അതെങ്ങനെ നമുക്ക് സയൻറ്റിഫിക് ആയിട്ട് ക്വാണ്ടം ഫിസിക്സിൻ്റെയും യോഗശാസ്ത്രത്തിൻ്റെയും സഹായത്തിൽ കണ്ടുപിടിക്കാം. ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റായി പറയാനുള്ളത്, നമ്മൾക്കിത് സിസ്റ്റമാറ്റിക് ആയിട്ട് നോക്കാം. ചിന്ന ചിതറിയ പോയിൻറ്റ്സ് ആയിട്ട് നോക്കണ്ട, മനസ്സിലാവുന്ന ഭാഷയിൽ എളുപ്പമായിട്ട് ഏതൊരു സാധാരണക്കാരനും തിരിച്ചറിയാൻ പറ്റുന്ന പോലെ ഇത് പറയാം. വലിയ വലിയ കാര്യങ്ങളൊന്നും പറയുന്നില്ല. നമ്മൾക്ക് 5 ബോഡി ഉണ്ടെന്നാണ് യോഗ പറയുന്നത്. ഓക്കെ, ദർ ഈസ് അന്നമയ കോശം എന്ന് പറയും. ഫിസിക്കൽ ബോഡി, ഭൗതിക ശരീരം. അന്നമയ കോശം, അന്നെന്ന് പറഞ്ഞ ഭക്ഷണമാണ്. രണ്ടാമത് മനോമയ കോശം, അതായത് മെൻ്റൽ ബോഡി. മനോ എന്ന് പറഞ്ഞ മനസ്സാണ്. നിങ്ങളുടെ മനസ്സിൻ്റെ ഒരു കോശം, ഒരു ലെയർ അല്ലെങ്കിൽ ഒരു ശരീരം എന്ന് വേണമെങ്കിൽ മനസ്സിലേക്ക് എടുക്കാം. മൂന്നാമത് പ്രാണമയ കോശം, എനർജി ബോഡി. ഇത് കുറേ കേട്ടിട്ടുണ്ടാവും. എനർജി ബോഡി, പ്രാണിക് ബോഡി. ഇതിലാണ് നിങ്ങളുടെ തുടിപ്പുള്ളത്. ഇവിടെയാണ് നിങ്ങൾക്ക് ആവശ്യമായ എനർജികളും ഈ ചക്രാസ് എന്നൊക്കെ പറയില്ലേ, അതൊക്കെ നിൽക്കുന്നത് അവിടെയാണ്. നമ്മൾ വൈബ്രേഷൻ കൂട്ടുക കുറയ്ക്കുക എന്നൊക്കെ ഉദ്ദേശിക്കുന്നത് ഈ പ്രാണിക് ബോഡിയിൽ വെച്ചിട്ടുള്ള ഗെയിമാണ്. ഒരിക്കലും മനസ്സും ശരീരത്തിൽ വെച്ചല്ല നമ്മളത് ചെയ്യുന്നത്. പ്രാണിക് ബോഡിയിൽ വരുത്തുന്ന മാറ്റങ്ങളാണ് നിങ്ങളുടെ വൈബ്രേഷൻ കൂടുകയോ കുറയോ എന്നൊക്കെ തീരുമാനിക്കുന്നത്. ഓക്കെ, നാലാമത് വിജ്ഞാനമയ കോശം. അത് യോഗ ടേമാണ്, അതിന് ഞാൻ ഡീറ്റെയിൽ ആയി പറയുന്നില്ല. അഞ്ചാമത് ആനന്ദമയ കോശം. ഓക്കെ, അങ്ങനെ പല വേരിയേഷൻസ് ഉണ്ട്. ഇതിൻ്റെ പേരിലൊക്കെ പല പല വേരിയേഷൻസ് ഉണ്ട്. ഫണ്ടമെൻ്റലി 5 എണ്ണമാണ് ഉള്ളത്. ഇതിൽ നമ്മൾക്ക് ആവശ്യം ആദ്യത്തെ 3 ബോഡിയാണ്. അന്നമയ കോശം, മനോമയ കോശം, പ്രാണമയ കോശം. ബാക്കി വിജ്ഞാന ആൻഡ് ആനന്ദ അത് അവിടെ ഇരിക്കട്ടെ, അത് യോഗ ചെയ്യുന്ന ആൾക്കാർക്കുള്ളതാണ്. ഈ 3 കാര്യങ്ങളാണ് നിങ്ങളുടെ വൈബ്രേഷൻ ഹൈ ആയി കൂട്ടാൻ പറ്റുമോ ഇല്ലയോ, ഹൈ ആണെങ്കിൽ എങ്ങനെ തിരിച്ചറിയാമെന്ന് കണ്ടുപിടിക്കാൻ നമ്മളെ സഹായിക്കാൻ പോകുന്നത്. ഇതെങ്ങനെയാണ് പ്രവർത്തിക്കുക? ലെറ്റ് മീ ടെൽ യു. നിങ്ങളുടെ വൈബ്രേഷൻ ഹൈ ആയാലും ലോ ആയാലും അതാദ്യം റിഫ്ലക്റ്റ് ചെയ്യുന്നത് നിങ്ങളുടെ എനർജി ബോഡിയിലായിരിക്കും, പ്രാണമയ കോശത്തിലായിരിക്കും. ഓക്കെ, പറഞ്ഞല്ലോ 5 ബോഡീസ് ഉണ്ട്. അന്നമയം, മനോമയം, പ്രാണമയം. ഓക്കെ, ഫിസിക്കൽ ബോഡി, മെൻ്റൽ ബോഡി, എനർജി ബോഡി. എനർജി ബോഡിയെ കുറിച്ചാണ് പറയുന്നത്. താഴെന്ന് മേലോട്ട് കേട്ടോ, ശരീരത്തിൽ നിന്ന് ഉള്ളിക്കല്ല നമ്മൾ ഒരിക്കലും പോവുക, ഉള്ളിൽ നിന്ന് പുറത്തോട്ടേക്കാണ് ആ ഒരു ഫ്ലോ വരുന്നത്. സോ അങ്ങനെ വേണം ചിന്തിക്കാൻ. സോ ഫസ്റ്റ് ഓഫ് ഓൾ, ലോ വൈബ്രേഷൻ ആണെങ്കിലും ഹൈ വൈബ്രേഷൻ ആണെങ്കിലും ഇവ രണ്ടും സംഭവിക്കുന്നത് നിങ്ങളുടെ പ്രാണിക് ബോഡിയിൽ ആയിരിക്കും. അത് ലോ ആവണോ ഹൈ ആവണോ തീരുമാനിക്കുന്ന പല പല സംഭവങ്ങളുണ്ട്. ഇപ്പോൾ നിങ്ങളുടെ ഒരു ഓറ വളരെ വീക്കാണെങ്കിൽ പുറത്തുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങളെ എഫക്റ്റ് ചെയ്യും. മറ്റുള്ളവരുടെ ഒപ്പീനിയൻ, മറ്റുള്ളവരുടെ ക്രിറ്റിസിസം, പുറത്തുള്ള നെഗറ്റീവ് എനർജികൾ, നെഗറ്റീവായ സ്ഥലങ്ങളെല്ലാം വളരെ ഈസി ആയിട്ട് നിങ്ങളെ എഫക്റ്റ് ചെയ്യും. കാരണം ഓറ അത്ര പവർഫുൾ ആയിരിക്കില്ല, ഒരു പ്രൊട്ടക്ഷൻ നിങ്ങൾക്ക് ഉണ്ടാവില്ല. ഇത് കാരണം നിങ്ങളുടെ ആദ്യം ബാധിക്കപ്പെടുന്നത് പ്രാണിക് ബോഡി ആയിരിക്കും. അവിടെ പലതരത്തിലുള്ള ഫ്ലക്ച്വേഷൻസ് വരും. നമ്മൾ മലിനീകരിക്കപ്പെടുക എന്ന് പറയില്ലേ, പൊല്യൂട്ടഡ് ആവുക എന്ന് പറയില്ലേ, അതേപോലെ നിങ്ങളുടെ എനർജി ബോഡി പൊല്യൂട്ട് ആവാൻ തുടങ്ങും. ഇത് പൊല്യൂട്ട് ആവാൻ ആരംഭിക്കുമ്പോഴാണ്, ഇവിടെ പല ഫ്ലക്ച്വേഷൻസ് സംഭവിക്കുമ്പോഴാണ് ഇത് മെല്ലെ അതിന് മുകളിലുള്ള മെൻ്റൽ ബോഡിയിലേക്ക് പ്രവേശിക്കുന്നത്. നമ്മൾ എങ്ങനെയാണ് ഈ കൊറോണ വൈറസ് ഉള്ളിലേക്ക് കയറി പുറത്തോട്ടങ്ങ് വ്യാപിക്കില്ലേ, അതേപോലെ ഒരു പുറത്തുനിന്നുള്ളൊരു നെഗറ്റീവ് എനർജി നമ്മുടെ പ്രാണിക് ബോഡിയിൽ പ്രവേശിക്കുന്നു. അതാണ് പിന്നീട് എല്ലാവിടേക്കും വ്യാപിക്കുന്നത്. സോ ഒരു നെഗറ്റീവ് വൈബ്രേഷൻ തട്ടിക്കഴിഞ്ഞാൽ ആദ്യം പ്രാണിക് ബോഡി എഫക്റ്റ് ആവുന്നു, അത് നിങ്ങളുടെ മനസ്സിലേക്ക് പ്രവേശിക്കുന്നു. അപ്പോഴാണ് നിങ്ങൾക്ക് നെഗറ്റീവ് തിങ്കിങ് കൂടുന്നത്, ഓവർ തിങ്കിങ് കൂടുന്നത്, ആങ്സൈറ്റി ഇഷ്യൂസ് വരുന്നത്, സ്ട്രെസ്സ് വരുന്നത്, ഫിയർ വരുന്നത്, സമാധാനത്തിൽ ഉറങ്ങാൻ പറ്റാത്തത്. ഇത് കുറേ വർഷങ്ങൾ പെട്ടെന്നൊന്നും അടുത്തയിലേക്ക് പ്രവേശിക്കില്ല കേട്ടോ. അതാണ് നമ്മുടെ ഒരു വലിയൊരു ബ്ലെസ്സിങ് എന്ന് പറഞ്ഞാൽ. എനർജി ബോഡിയിൽ വരുന്നത് ഉടനെ തന്നെ മെൻ്റൽ ബോഡിയിലേക്ക് കയറും. പക്ഷേ മെൻ്റൽ ബോഡിയിൽ നിന്ന് ഫിസിക്കൽ ബോഡിയിലേക്ക് പോകാൻ കുറേ വർഷങ്ങളെടുക്കും, കുറേ സമയമെടുക്കും. അതുകൊണ്ടാണ് മാനിഫെസ്റ്റേഷന് കുറച്ച് സമയം വേണമെന്ന് പറയുന്നത്. ഒരിക്കലും ഒറ്റ രാത്രി കൊണ്ട് മാനിഫെസ്റ്റ് ചെയ്യാൻ സാധിക്കില്ല എന്ന് പറയുന്നത്.
സമയമുണ്ട്. പ്രകൃതി നിയമം അനുസരിച്ച് ഓരോന്നിനും സമയമുണ്ട്. പ്രാണിക് ബോഡിയിൽ നിന്നും മെൻ്റൽ ബോഡിയിലേക്ക് പോയി, അത് ഫിസിക്കൽ ബോഡിയിലേക്ക് പോയി, അത് പിന്നെ നമ്മുടെ ഔട്ടർ വേൾഡ്, ഈ പറയുന്ന മെറ്റീരിയൽ വേൾഡിലേക്ക് മാനിഫെസ്റ്റ് ആവാൻ സമയങ്ങളുണ്ട്. സോ ഈ മനസ്സിൽ നിങ്ങളുടെ സ്ട്രെസ്സും ഫിയറും ആങ്സൈറ്റിയൊക്കെ ഒരുപാട് വർഷങ്ങൾ ഒന്നും അറ്റൻഡ് ചെയ്യാതെ, നിങ്ങളതിനെ പരിഹരിക്കാതെ, അതിനെ ഡീൽ ചെയ്യാതെ വിട്ടുകഴിഞ്ഞാൽ മെല്ലെ അത് ശരീരത്തിലേക്ക് പ്രവേശിക്കും. ഇവിടെയാണ് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കാത്ത ശരീര വേദനകൾ വരുന്നത്. പലതരത്തിലുള്ള മാരക രോഗങ്ങളൊന്നും പറയാൻ സാധിക്കില്ല, നമുക്ക് പറയില്ല, ചെറിയ ചെറിയ ഡിസ്റ്റർബൻസസ് വരും. ഡോക്ടറെ അടുത്ത് പോകേണ്ടി വരും, ചിലപ്പോൾ പോകേണ്ടി വരില്ല. ജോയിൻറ്റ് പെയിൻ വരും, നെക്ക് പെയിൻ വരും, മസിൽ സ്ട്രെയിൻ വരും, കാരണമില്ലാത്ത ഹെഡ് ഏക്കുകൾ വരും. ഒരു കാരണവുമില്ലാതെ വെറുതെ ബോഡി ഇങ്ങനെ ടയേർഡായിക്കൊണ്ടിരിക്കും. ഇതിനെ നമ്മളെപ്പോഴും ശാരീരികമായിട്ട് ഡീൽ ചെയ്യാൻ നോക്കും. മരുന്ന് കഴിച്ചിട്ടോ നിറയെ ഭക്ഷണം കഴിച്ചിട്ടൊക്കെ നമ്മളതിനെ പരിഹരിക്കാൻ നോക്കും. പക്ഷെ നിങ്ങൾക്ക് എല്ലാവർക്കും അനുഭവം ഉണ്ടാവും, അങ്ങനെ ചെയ്തിട്ടൊന്നും അത് ശരിയാവില്ല. അപ്പോൾ നമ്മൾ മെൻ്റലി ഒന്ന് സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് പോയാലോ, ഒരു തെറാപ്പി എടുത്താലോ, അങ്ങനെയൊക്കെ ചിന്തിക്കും. ബട്ട് സ്റ്റിൽ എന്തെങ്കിലും ചെറിയൊരു റിലീഫ് കിട്ടും എന്നല്ലാതെ ഒരിക്കലും അതിന് രക്ഷപ്പെടാൻ സാധിക്കില്ല. കാരണം എന്താ? ഇതൊക്കെ ഫോം അതിൻ്റെ തുടക്കം എവിടെയാണ്? ഇതിൻ്റെ വേരെവിടെയാണ്? ഇതിൻ്റെ വിത്ത് എവിടെയാണ്? ഇത് വളർന്ന മണ്ണ് എവിടെയാണ്? നിങ്ങളുടെ എനർജി ബോഡിയാണ്. അപ്പോൾ അതിനെ ഡീൽ ചെയ്യാതെ എങ്ങനെ നമുക്കിത് പരിഹരിക്കാൻ സാധിക്കും? ഒരിക്കലും ശരിയാക്കാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് എപ്പോഴും നമ്മളൊരു മാനിഫെസ്റ്റേഷൻ എന്ന് പറയുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി അതിൽ ഈ പറയുന്ന എനർജി ബോഡിയെ സ്ട്രെങ്തൻ ആക്കുന്ന പ്രോസസ്സുണ്ട്, മനസ്സിനെ കാമാക്കുന്ന പ്രോസസ്സുണ്ട്, ശരീരത്തെ ഹെൽത്തി ആവിക്കുന്ന പ്രോസസ്സുണ്ട്. അങ്ങനെയാണ് ഒരു മാനിഫെസ്റ്റേഷൻ സക്സസ്ഫുൾ ആക്കാൻ സാധിക്കുക. അതാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞ ഒരു കോഴ്സ് ഡിസൈൻ ചെയ്യുന്നതെന്ന് പറഞ്ഞല്ലോ, അത് അങ്ങനെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ചില ചോദിച്ചു എപ്പോഴാണ് വരിക എന്ന്, ഞാനത് ഉടനെ ഡേറ്റ് അറിയിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ആ പാറ്റേൺ മനസ്സിലായി അല്ലേ? ഹൈ ആയാലും ലോ വൈബ്രേഷൻ ആണെങ്കിലും ഇങ്ങനെയാണ് അതിൻ്റെ സഞ്ചാരം. എനർജി ബോഡി, മെൻ്റൽ ബോഡി, ഫിസിക്കൽ ബോഡി, അത് കഴിഞ്ഞിട്ടാണ് മെറ്റീരിയൽ വേൾഡിൽ അത് മാനിഫെസ്റ്റ് ആവുക. ഇനി ഹൈ വൈബ്രേഷൻ ഉണ്ടാകുമ്പോൾ, ലോ വൈബ്രേഷൻ്റെ കാര്യം പറഞ്ഞു, ഇനി ഹൈ വൈബ്രേഷൻ ഉള്ളപ്പോൾ എങ്ങനെയാണിത് വർക്കാവുക? ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികൾ, ചിലപ്പോൾ നിങ്ങൾ വളരെ ഒരു നല്ലോണം ധ്യാനിക്കുന്ന ആളായിരിക്കും, പ്രാണായാമം ചെയ്യുന്ന ആളായിരിക്കും, ചാൻഡ് ചെയ്യുന്ന ആളായിരിക്കും, നല്ല ഹാബിറ്റുകളുള്ള ആളായിരിക്കും, അല്ലെങ്കിൽ സാത്വിക് റൊട്ടീൻ ഫോളോ ചെയ്യുന്ന ആളായിരിക്കും. അങ്ങനെ നിങ്ങൾ ചെയ്ത ആക്ഷൻസ് കാരണം നിങ്ങളുടെ വൈബ്രേഷൻ കൂടി എന്ന് വിചാരിക്കുക. എങ്ങനെ കൂട്ടണമെന്ന് തൊട്ട് മുമ്പുള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ പറയുന്നത് അതിന് ശേഷം, ആ വീഡിയോയ്ക്ക് ശേഷമുള്ള കണ്ടിന്യൂഷനാണത്. കൂടി എന്ന് വിചാരിക്കുക. ആദ്യം നിങ്ങളുടെ എനർജി ബോഡിയിൽ അതിൻ്റെ എഫക്റ്റ് ഉണ്ടാവും. എന്താ സംഭവിക്കുക? പെട്ടെന്ന് ഒരു കാര്യമില്ലാതെ, റീസണേ ഉണ്ടാവില്ല, ഒരു കാര്യമില്ലാതെ നിങ്ങളുടെ ബോഡിയിൽ പല സ്ഥലത്തും വൈബ്രേഷൻ ഫീൽ ആവും. ഏറ്റവും പ്രധാനമായിട്ടുള്ള സെൻറ്ററുകൾ, ഒന്ന് നിങ്ങളുടെ നെഞ്ചിൻ്റെ നടുവിലായിട്ട്, ഇവിടെ ഹാർട്ട് ചക്ര എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അനാഹത എന്ന് യോഗയിൽ വിശേഷിപ്പിക്കുന്ന ഒരു എനർജി പോയിൻ്റ് ഉണ്ട്. അവിടെ ഒരു കാരണവുമില്ല, ചിലപ്പോൾ നിങ്ങൾ കിടന്നുറങ്ങുമ്പോഴോ ധ്യാനിക്കുമ്പോഴോ ഒക്കെ അവിടെ വൈബ്രേഷൻ ഫീൽ ആവും. അല്ലെങ്കിൽ നിങ്ങളുടെ നെറ്റിയുടെ നടുവിൽ തേർഡ് ഐ പോയിന്റിൽ വൈബ്രേഷൻ ഉണ്ടാവും. അതും അല്ലെങ്കിൽ തലയുടെ മുകളിലായിട്ട് ഒരു വൈബ്രേഷൻ ഉണ്ടാവും. അല്ലെങ്കിൽ മൊത്തം ശരീരം മുഴുവനും ഒരു വൈബ്രേഷൻ ഉണ്ടാവും. ഇതിനർത്ഥം ചക്രങ്ങൾ തുറന്നങ്ങോട്ട് കറങ്ങുന്നു എന്നല്ല ഇതിനർത്ഥം. എല്ലാവരും തെറ്റിദ്ധരിക്കുന്നുണ്ട് ഈ പോയിന്റുകളിൽ വൈബ്രേഷൻ വന്ന അതിനർത്ഥം ചക്രം ആക്ടിവേറ്റ് ആയെന്ന. ഒരിക്കലും അല്ല. വൈബ്രേഷൻ കൂടുന്നു എന്നതിൻ്റെ അടയാളമാണ്, എനർജി റൈസ് ആവുന്നു എന്നതിൻ്റെ അടയാളമാണ്, ഒരിക്കലും ചക്രം തുറക്കുന്നു എന്നല്ല. കാരണം നിങ്ങളുടെ ഒരു വൈബ്രേഷൻ ഒരു ലെവലിന് കൂടാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അതാദ്യം കണ്ടുപിടിക്കുന്നത് ഈ ചക്രങ്ങളായിരിക്കും. എല്ലാ ചക്രങ്ങളല്ല, ഓരോരുത്തർക്കും ശരീരത്തിൻ്റെ ഘടനയും പല കാര്യങ്ങളും അനുസരിച്ച് പല സ്ഥലത്തായിരിക്കും. ഇവിടെ വൈബ്രേഷൻ വന്ന കാരണമുണ്ടോ, ഈ ചക്രത്തിൽ വൈബ്രേഷൻ വന്ന റീസൺ ഉണ്ടോ, അങ്ങനെയൊന്നുമില്ല. ഓരോ ശരീരം ഓരോ ഘടനയാണ്, അതനുസരിച്ചിട്ടാണ് വൈബ്രേഷൻ വരിക, അല്ലാതെ പ്രത്യേകിച്ച് അതിന് അർത്ഥങ്ങളൊന്നുമില്ല. സോ ചിലർക്കത് ഹാർട്ട് ചക്രയിലായിരിക്കും, ചിലർക്ക് അവരുടെ നെറ്റിയുടെ നടുവിലായിരിക്കും, ചിലർക്ക് ഫുൾ ഹോൾ ബോഡി ആയിരിക്കും, ചിലർക്ക് അവരുടെ തലയുടെ മേലെയായിരിക്കും. കാരണം നിങ്ങളുടെ വൈബ്രേഷൻ കൂടാൻ ആരംഭിച്ചിരിക്കുകയാണ്. ഇനി ചിലർക്ക് വൈബ്രേഷൻ ആയിരിക്കില്ല, ചൂടായിരിക്കും. ഒരു കാരണം ഉണ്ടാവില്ല, ശരീരം പെട്ടെന്ന് ചൂടാവും. സമ്മറിൽ ചൂടാവും, അത് കോമൺ ആണ്, അതല്ല പറയുന്നത്. നിങ്ങൾ ധ്യാനിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചൂടാവും, ഉറങ്ങാൻ കിടക്കുമ്പോൾ ചൂടാവും. ഞാൻ കുറച്ചുകൂടി സ്പെസിഫിക് ആയിട്ട് പറയുകയാണെങ്കിൽ നിവർന്നിരിക്കുമ്പോൾ ബോഡിയിൽ അങ്ങനെ ഒരു പ്രത്യേക തരം ഹീറ്റ് ഫീൽ ആവും. നിങ്ങളെ വീക്കാക്കുന്ന ഹീറ്റല്ല, ഒരു കുറച്ചുകൂടെ വളരെ ബെറ്റർ ആയിട്ടുള്ള ഹീറ്റ് നിങ്ങൾക്ക് ഫീൽ ആവും. ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ ഹാർട്ട് സെൻറ്ററിൽ, ഹാർട്ട് ചക്രയിലും തേർഡ് ഐ സെൻറ്ററിലും അവിടെയൊക്കെ ചൂട് അനുഭവപ്പെടും. ഇതിനർത്ഥവും നിങ്ങളുടെ എനർജി ബോഡിയിൽ
വൈബ്രേഷൻ ഒരു പരിധിക്ക് മുകളിൽ റൈസ് ആവുന്നു എന്നുള്ളതാണ്. ഒരു പരിധി വരെ ശരീരത്തിന് തണുപ്പിച്ച് നിർത്താൻ സാധിക്കുള്ളൂ. ആ പരിധിക്ക് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ചൂടാവും. ഇപ്പോൾ മൊബൈലിൽ നിങ്ങൾ ഒന്ന് കണക്കാക്കുക, അതിനൊരു നോർമൽ ഒരു പെർഫോമൻസ് ഉണ്ട്. നമ്മളത് അതുപോലെ വെച്ച് കഴിഞ്ഞാൽ ഓക്കെ, ഫോൺ ചൂടാവില്ല. പക്ഷേ നിങ്ങൾ കുറച്ചുകൂടെ കൂടുതലായിട്ട് അതിനെ പുഷ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ദെൻ അത് ഓവർ ഹീറ്റ് ആവും. എല്ലാ ഫോണും അങ്ങനെയാണ്. അപ്പോൾ അതിനെ തണുപ്പിക്കാൻ പല പല സംഭവങ്ങൾ ഇപ്പോൾ ടെക്നോളജിയിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതേപോലെ നമ്മുടെ ശരീരത്തിന് നിങ്ങളുടെ എനർജി ആദ്യമായിട്ട് കൂടുമ്പോൾ ഈ ചൂട് വെച്ചും വൈബ്രേഷൻ രീതിയിലൊക്കെ ആയിരിക്കും അത് ആദ്യമായി ശരീരം തിരിച്ചറിയാം. ശരീരത്തിനത് പരിചയമില്ല, എനിക്കിത് പരിചയമില്ല, ഇത് പുതിയൊരു എനർജിയാണ്, പുതിയ ലെവലിൽ എനർജി കൂടിക്കൊണ്ടിരിക്കുകയാണ്, എനിക്ക് മനസ്സിലാവുന്നില്ല എന്ന് ശരീരം പറയാണ്. അതാണ് ഈ ചൂടും വൈബ്രേഷനും ഒക്കെ. ക്ലിയർ ആണല്ലോ? ഇത് നിങ്ങൾക്ക് അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പിച്ചോളൂ, എനർജി ബോഡിയിൽ നിങ്ങളുടെ വൈബ്രേഷൻ റൈസ് ആവാൻ ശ്രമിക്കുന്നുണ്ട്. ആയി എന്ന് പറയാൻ സാധിക്കില്ല. കാരണം മാസക്കണക്കായിട്ട് വൈബ്രേഷൻ ഫീൽ ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. നമ്മളിനി മുകളിലോട്ടും പോകണ്ടേ? അപ്പോൾ തുടക്കക്കാർ, അതായത് നിങ്ങളുടെ വൈബ്രേഷൻ ഹൈ ആവാൻ തുടങ്ങി എന്നുള്ളതിൻ്റെ ലക്ഷണമാണ് ഈ ഒരു വൈബ്രേഷൻ അല്ലെങ്കിൽ ഒരു ചൂട്. ഇതിന് ഡെവലപ്പായാൽ, എനർജി ബോഡി കടന്ന് മനസ്സിലേക്ക് പ്രവേശിച്ചാൽ എന്താണ് സംഭവിക്കുക? നിങ്ങളുടെ ഹൈ വൈബ്രേഷനുള്ള ആളാണെന്നുണ്ടെങ്കിൽ എനർജി ബോഡിയിൽ ഇത് സംഭവിക്കും. ഇമോഷണൽ ബോഡിയിൽ എന്താ സംഭവിക്കുക? കാരണമില്ലാതെ സന്തോഷങ്ങളുണ്ടാവും. ഒരു കാരണമുള്ള, നിങ്ങൾ ഹാപ്പി ആയിരിക്കും. ആക്ച്വലി എല്ലാ മനുഷ്യന്മാർക്കും ഒരു വർഷത്തിൽ ചുരുങ്ങിയത് 2-3 ഇത്തരം ദിവസങ്ങൾ ഉണ്ടാവാറുണ്ട് അല്ലേ? നിങ്ങൾക്ക് എന്ത് ആ ദിവസം മോശമാണെങ്കിലും നിങ്ങൾ ഹാപ്പി ആയിരിക്കും, സന്തോഷത്തിലായിരിക്കും, ആനന്ദത്തിലായിരിക്കും, മുഖം എപ്പോഴും ചിരിച്ചിട്ടായിരിക്കും. കാരണം എന്താ നിങ്ങൾക്ക് പോലും അറിയില്ല. നല്ല സമാധാനം ഉണ്ടാവും, വളരെ മൈൻഡ് കാമായിരിക്കും, പ്രോപ്പറായിട്ട് ചിന്തിക്കാൻ സാധിക്കും, സമാധാനപൂർവ്വമുള്ള ഉറക്കം ഉണ്ടാവും. എന്തോ ആ ദിവസം മാത്രം നിങ്ങൾക്ക് സ്ട്രെസ്സില്ല, ആങ്സൈറ്റി ഇല്ല, ഈ പറഞ്ഞ ഒരു പ്രശ്നങ്ങളുമില്ല. കാരണം എന്താ? ആ ദിവസം എന്തോ ബിക്കോസ് ഓഫ് സം റീസൺ നിങ്ങളുടെ വൈബ്രേഷൻ ഹൈ ആണ്. ഇത് ചിലർക്ക് എങ്ങനെയാണെന്നറിയോ? അമ്പലത്തിൽ പോകുമ്പോഴാണ്. ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്കില്ലെങ്കിൽ നിങ്ങൾ അമ്പലത്തിൽ പോകുമ്പോൾ ഇത് ഞാൻ പറഞ്ഞത് അതേപോലെ അനുഭവിച്ചിട്ടുണ്ടാവും. അമ്പലത്തിൽ പോകുന്നതിന് മുൻപ് വരെ നിങ്ങളുടെ നോർമൽ മൈൻഡാണ്. പ്രവേശിച്ച് കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്ത് പുറത്ത് വന്നതും ഞാൻ ഈ പറഞ്ഞ എല്ലാം ഉണ്ടാവും. വൈബ്രേഷൻ ഉണ്ടാവും ഒന്ന്, അല്ലെങ്കിൽ വളരെ കാമായിട്ടുള്ള മനസ്സ്, സ്വീറ്റ് ആയിട്ടുള്ള ഇമോഷൻസ് ഒക്കെ നിങ്ങൾക്കുണ്ടാവും, തനിയെ വരും. കാരണം അമ്പലങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ ഒരു ദൈവത്തിൻ്റെ ഫ്രണ്ടിൽ പോയിട്ട് അപേക്ഷ സമർപ്പിക്കലല്ല, അതൊരു ചാർജിങ് സ്റ്റേഷൻ പോലെയാണ്. എല്ലാ അമ്പലങ്ങളും ഇറ്റ്സ് എ ചാർജിങ് പോർട്ട്. നിങ്ങൾക്ക് വൈബ്രേഷൻ കുറഞ്ഞു, ലോ ആയെന്ന് ഫീൽ ചെയ്താൽ നിങ്ങൾക്ക് സ്വന്തമായിട്ടത് കൂട്ടാനാണ് ഞാൻ എപ്പോഴും സജസ്റ്റ് ചെയ്യുക. അതാണ് ഏറ്റവും റിലയബിൾ, കുറേ കാലം നിൽക്കുന്നത് അതാണ്. അമ്പലത്തിൽ നിങ്ങൾക്ക് വേറെ വഴിയില്ലെങ്കിൽ, ഇപ്പോഴും യോഗ അറിയില്ല, നിങ്ങൾ പഠിച്ചു വരുന്നേ ഉള്ളൂ, പഠിക്കാൻ കാത്തിരിക്കുന്നു ഇതിന് വേണ്ടിയിട്ട് എന്നാണെങ്കിൽ ഞാൻ ഉടനെ അടുത്ത വീഡിയോ AI മെഡിറ്റേഷനാണ് കേട്ടോ. ഇനി ഞാൻ നിങ്ങളെ വെയിറ്റ് ചെയ്യിപ്പിക്കില്ല. ഇതിന് ശേഷമുള്ള വീഡിയോ മെഡിറ്റേഷനാണ്. അപ്പോൾ നിങ്ങൾ അതിനു വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ആളാണെങ്കിൽ അതുവരെ നിങ്ങൾക്കൊന്ന് പിടിച്ച് നിൽക്കണ്ടേ? അതിനു വേണ്ടി അമ്പലത്തിലേക്ക് പോവാം, അവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്യാം. നിങ്ങളൊന്നും പ്രാർത്ഥിക്കുകയൊന്നും വേണ്ട, അവിടെ കുറച്ച് നേരം ഇരിക്കുക, പുറത്ത് വരിക, ഹൈ വൈബ്രേഷൻ ആയിട്ടുണ്ടാവും, നിങ്ങളുടെ ബാറ്ററി ചാർജ് ആയിട്ടുണ്ടാവും. ഓക്കെ, അത്തരം ദിവസങ്ങളിൽ നിങ്ങളുടെ ഇമോഷൻസ് സ്വീറ്റ് ആയിരിക്കും, ഹാപ്പി ആയിരിക്കും, വളരെ സമാധാനപൂർവ്വമായിരിക്കും. അതിനർത്ഥം എന്താ? എനർജി ബോഡിയും കടന്ന് നിങ്ങളുടെ ഹൈ വൈബ്രേഷൻ ഇമോഷൻസിലേക്കും മെൻ്റൽ ബോഡിയിലേക്കും പ്രവേശിച്ചു കഴിഞ്ഞു. ഓക്കെ, വേറെ ചില ആൾക്കാരുണ്ട്, പെർമനൻ്റ്ലി ഹൈ വൈബ്രേഷനുള്ള ആൾക്കാരുണ്ട്. അവരെപ്പോഴും അവരുടെ മനസ്സ് കാമാണ്. ആവശ്യത്തിന് മാത്രം റിയാക്ട് ചെയ്യും, ആവശ്യത്തിന് മാത്രം റെസ്പോണ്ട് ചെയ്യും. അല്ലാത്ത സമയത്ത് അവർ ഒന്നിലും ഇടപെടില്ല, വളരെ മിതമായിട്ട് മാത്രമേ സംസാരിക്കുള്ളൂ. അവർക്ക് ഡെയിലി ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞൊരു സാത്വിക റൊട്ടീൻ ഉണ്ടാവും, ഡെയിലി മെഡിറ്റേഷൻ ഉണ്ടാവും, പ്രാണായാമങ്ങളുണ്ടാവും, ചിലപ്പോൾ ജപമായിരിക്കും, നമുക്കറിയില്ല. അവർക്ക് എപ്പോഴും റൊട്ടീൻ ഉണ്ടാവും. അത് വർഷക്കണക്കായിട്ട് അവർ ഫോളോ ചെയ്ത് വന്നപ്പോൾ അവരുടെ വൈബ്രേഷൻ പെർമനൻ്റ്ലി എനർജി ബോഡിയും ഇമോഷണൽ ബോഡിയും മെൻ്റൽ ബോഡിയൊക്കെ ഇങ്ങനെ കവറായി നിറഞ്ഞു നിൽക്കുന്നുണ്ടാവും. ഇനി ആരെ വിചാരിച്ചാലും അതിനെ കുറയ്ക്കാൻ സാധിക്കില്ല. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങളുടെ വൈബ്രേഷൻ. ഹൈ വൈബ്രേഷൻ ആണെങ്കിൽ എനർജി ബോഡിയും കടന്ന് മെൻ്റൽ ബോഡിയും ഇമോഷണൽ ബോഡിയും ടച്ച് ചെയ്താലുള്ള ചില സൈനുകൾ. ഇനി മൂന്നാമത്തെ സൈൻ, ശരീരത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ എന്താ സംഭവിക്കുക? ഞാൻ പറഞ്ഞു, മെൻ്റൽ ബോഡി വരെ ഈസി ആയിട്ട് എത്തും. എനർജി ബോഡിയിൽ നിന്നും മെൻ്റൽ ബോഡിയിലേക്ക് എനർജി ഈസി ആയിട്ട് സ്പ്രെഡ് ആവും. അതുകൊണ്ടാണ് അമ്പലത്തിൽ പോയ ഉടനെ നിങ്ങൾക്ക് അത്രയും പീസ്ഫുൾനെസ് ഫോം ആവുന്നത്. അല്ലെങ്കിൽ ഇത്ര പെട്ടെന്ന് വരില്ല. പക്ഷേ മെൻ്റൽ ബോഡിയും കടന്ന് ശരീരത്തിലേക്ക് പ്രവേശിക്കണമെങ്കിൽ അതിന് നല്ല സമയമെടുക്കും.
ചിലപ്പോൾ അതൊരു 6 months എടുക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ 1 വർഷം എടുക്കും. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ പീപ്പിൾ. നിങ്ങൾ എത്ര സിൻസിയറായിട്ട് ആ ഒരു ഹൈ വൈബ്രേഷൻ പ്രാക്ടീസ് ചെയ്യുന്നു എന്നുള്ളതിനെ ആസ്പദമാക്കിയായിരിക്കും ഈ സമയം തീരുമാനിക്കുക. പക്ഷേ സമയം എടുക്കും. ശരീരത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നെ മാജിക്കാണ്. നിങ്ങൾക്ക് അതുവരെ ഉണ്ടായിരുന്ന ശാരീരിക ബുദ്ധിമുട്ടുകൾ അവസാനിക്കും. ഡിസീസ് ഹീലാവുമെന്ന് പറഞ്ഞ് ഞാൻ തള്ളി മറിക്കുകയല്ല കേട്ടോ പറയുന്നത്. ഡിസീസ് ഹീലാവലല്ല പറയുന്നത്. അങ്ങനത്തെ സംഭവങ്ങളുണ്ട്, റെയറാണ്. ഞാൻ പറയുന്ന റേക്കിയേ അല്ല, ഞാൻ അതല്ല പറയുന്നത്. ഓട്ടോമാറ്റിക്കലി നാച്ചുറലി സംഭവിക്കുന്ന ഇൻസിഡൻസ് ഉണ്ട്. ബട്ട് ഇവിടെ അതല്ല പറയുന്നത്. ഞാൻ ആദ്യം പറഞ്ഞ ശാരീരിക ബുദ്ധിമുട്ടുകൾ, ഡിസ്റ്റർബൻസസ്, കഴുത്ത് വേദന, കൈവേദന, മസിൽ സ്ട്രെയിൻ, സ്ട്രെസ്സ്, ആങ്സൈറ്റി, ഇൻസോമിനിയ, ഉറക്കമില്ലായ്മ, അനാവശ്യമായ ഡിപ്രഷൻ, ഓവർ തിങ്കിങ്, ഇതെല്ലാം ശരീരത്തിൽ അവിടെ എവിടെയൊക്കെ സ്റ്റോർ ആയിട്ടുണ്ടാകും. ഈ ഒരു നെഗറ്റീവ് എനർജി ശരീരത്തിൽ അവിടെ എവിടെയൊക്കെ സ്റ്റോർ ആവുന്നത് കൊണ്ടാണ് ഈ ബോഡി പെയിൻ വരുന്നത്. മെഡിക്കലി നിങ്ങൾ ചെക്കപ്പൊക്കെ നടത്തി കഴിഞ്ഞാൽ ഒന്നും ഉണ്ടാവില്ല. ചിലർ ചെയ്ത് നോക്കിയിട്ടുണ്ടാവും. അനാവശ്യമായിട്ട് മസിൽ പെയിൻ വരുന്നു, ടയേർഡ് വരുന്നു, ഉറക്കം പ്രോപ്പറായി കിട്ടുന്നില്ല, ശരീരത്തിൽ എവിടേക്കോ പെയിൻ വരുന്നു. നിങ്ങൾ പോയി മെഡിക്കൽ ചെക്കപ്പ് ചെയ്യും. ഡോക്ടർ പറയും എവിടെ ഒന്നും കാണുന്നില്ല, അല്ലേ? ചെക്കപ്പിലൊന്നും ഒന്നും കാണിക്കുന്നില്ല, ഒരു പ്രശ്നമുള്ളതായിട്ടും കാണുന്നില്ല. പക്ഷെ നിങ്ങൾക്ക് പെയിൻ ഉണ്ട്. എന്തുകൊണ്ടാണ്? നെഗറ്റീവ് എനർജി നിങ്ങളുടെ ശരീരത്തിൽ അവിടെ എവിടെയൊക്കെ സ്റ്റോറാവും. അതിന് സ്റ്റോറായി നിൽക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട്. അതാ പറഞ്ഞ ശരീരത്തിലേക്ക് പെട്ടെന്നൊന്നും ട്രാൻസ്ഫർ ആവില്ല. ട്രാൻസ്ഫർ ആയി കഴിഞ്ഞാൽ പെട്ടെന്നൊന്നും പോവില്ല. അവിടെ രണ്ടടിച്ച് ജീവിക്കുന്ന പോലെ അവിടെ ഇരിക്കും. നിങ്ങളുടെ ഈ ജോയിൻറ്റുകളിലാണ് ഈ എനർജികൾ ഫോം ആവുക. അതാണ് ഞാൻ പറഞ്ഞത് കഴുത്ത്, ജോയിൻറ്റുകൾ എന്നൊക്കെ പറയാനുള്ള റീസൺ. ഇവിടെയൊക്കെയാണ് ഈ നെഗറ്റീവ് ഇമോഷൻസും ഈ ഓവറായിട്ടുള്ള ഇമോഷണൽ തിങ്കിങ്ങും ഈ നെഗറ്റീവ് എനർജികളൊക്കെ സ്റ്റോർ ആവുക. അതുകൊണ്ടാണ് അവിടെയൊക്കെ നിങ്ങൾക്ക് പെയിൻ വരുന്നത്. സോ ഹൈ വൈബ്രേഷൻ ഷിഫ്റ്റായി കഴിഞ്ഞാൽ ഇത് തനിയെ ഡിസപ്പിയർ ആവും. കഴുത്ത് വേദന ഉണ്ടാവില്ല, ജോയിൻറ്റ് പെയിൻ ഉണ്ടാവില്ല, സ്ട്രെസ് ഉണ്ടാവില്ല, അനാവശ്യമായ ഹെഡേക്ക് ഉണ്ടാവില്ല, ഉറക്കക്കുറവ് ഉണ്ടാവില്ല. ശരീരം തൂവൽ പോലെയാവും, വളരെ ലൈറ്റാവും, ഇങ്ങനെ പറന്ന് നടക്കുന്ന പോലെ ഉണ്ടാവും. ഒരു സ്ഥലത്ത് ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങളവിടെ ഉണ്ടെന്ന് ബാക്കിയുള്ളവർക്ക് അറിയ പോലുമില്ല. നിങ്ങളുടെ വൈബ്രേഷൻ അത്രയും ഹൈ ആയി, ബോഡി വളരെ വളരെ ലൈറ്റായി. ഇതുകൊണ്ടാണ് യോഗികളൊക്കെ 2 നേരം സാത്വിക ഭക്ഷണം കഴിക്കുന്നത്, 3 നേരം 2 നേരമാക്കി ചുരുക്കുന്നത്. കാരണം സോ ദാറ്റ് ബോഡി ഓട്ടോമാറ്റിക്കലി ആ ഹൈ വൈബ്രേഷനിൽ എത്തും. ദെൻ അവർ പേടിക്കേണ്ട ആവശ്യമില്ല. ഡിസീസോ ആ കാര്യങ്ങളൊന്നും അവർ പേടിക്കേണ്ട. പിന്നെ അവരുടെ വയസ്സായ കാലത്ത് ഡിസീസ് വരും, അത് മറ്റൊരു കാർമിക് സൈഡാണ്, അതിവിടെ പറയുന്നില്ല. ക്ലിയർ? അപ്പോൾ ഇതാണ് നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന 3 സ്റ്റൈലുകൾ അല്ലെങ്കിൽ 3 പാറ്റേൺസ്. ആദ്യം എനർജി ബോഡിയിൽ ഹൈ വൈബ്രേഷൻ ആകുന്നു, അതെങ്ങനെ കണ്ടുപിടിക്കാമെന്ന് പറഞ്ഞു. ദെൻ മെൻ്റൽ ഇമോഷണൽ ബോഡിയിൽ അത് പ്രവേശിച്ചു കഴിഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞു. ശരീരത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു വളരെ ലൈറ്റ് ആയിരിക്കും. ഇതാണ് മെറ്റീരിയൽ വേൾഡിൽ മാനിഫെസ്റ്റ് ആവുക. കണ്ടോ, ഇത്രയും ട്രാവൽ ചെയ്ത് വരണം. ഇത്രയും ബോഡികൾ കഴിഞ്ഞ ശേഷമാണ് മെറ്റീരിയൽ വേൾഡിൽ, ഭൗതിക ലോകത്തിൽ നിങ്ങൾ ആഗ്രഹിച്ച സാധനം അവിടെ മാനിഫെസ്റ്റ് ആവുക. നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ ആദ്യം കടന്നിരിക്കണം. അതുകൊണ്ടാണ് പറയുന്നത് മാനിഫെസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു എളുപ്പമുള്ള കാര്യമല്ല. ആദ്യം നിങ്ങൾക്ക് ഹൈ വൈബ്രേഷൻ എന്നുള്ളത് വേണം. അതിപ്പോൾ ഞാൻ പറഞ്ഞ സയൻസിലൂടെ നിങ്ങൾക്ക് ഉണ്ടോ ഇല്ലയോ എന്ന് മനസ്സിലാക്കാം. ഇല്ലെങ്കിൽ അത് ഉയർത്താനുള്ള സ്റ്റെപ്പുകൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഡീറ്റെയിൽ ആയിട്ട് ഇനി വരുന്ന വീഡിയോസിലൊക്കെ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ആദ്യം നിങ്ങൾ ഹൈ വൈബ്രേഷനായിട്ട് ഉയരണം. ഈ പറയുന്ന എനർജി ബോഡിയും മെൻ്റൽ ബോഡിയും ഫിസിക്കൽ ബോഡിയും ഇത്രമാത്രം കറക്റ്റായിരിക്കണം, സ്ട്രോങ് ആയിരിക്കണം. ഇത്രയും സ്ട്രോങ് ആണെങ്കിൽ പിന്നെ നിങ്ങളിലൂടെയാണ് ആ ഒരു ഡിസയർ യൂണിവേഴ്സ് മാനിഫെസ്റ്റ് ആക്കുക. നിങ്ങളാണ് അതിൻ്റെ വാതിൽ. അല്ലാതെ മാജിക്കലി ആകാശത്തു നിന്ന് ഒരാളെ കൊണ്ടുവരാൻ പറ്റില്ലല്ലോ. നിങ്ങളൊരാളെ ആഗ്രഹിക്കുന്നു, റിലേഷൻഷിപ്പ് വേണമെന്ന് ചോദിക്കുന്നു, ആകാശത്തു നിന്ന് മടിയിലേക്ക് വന്ന് വീഴില്ല. നിങ്ങളുടെ ജീവിതത്തിൻ്റെ കർമ്മചക്രത്തിലൂടെ വേണം, നിങ്ങളുടെ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളിലൂടെ വേണം ആ ഒരു സംഭവം നടക്കാൻ. നല്ലൊരു ജോലി കിട്ടണം, മേലൊന്നും കയ്യിലേക്ക് അപ്പോയിൻമെൻറ്റ് ലെറ്റർ തരില്ല, അല്ലേ? നിങ്ങളിലൂടെ സഞ്ചരിച്ച് വേണം അവിടെ എത്താൻ. നിങ്ങളിലൂടെ യൂണിവേഴ്സിന് സഞ്ചരിക്കണമെങ്കിൽ യൂണിവേഴ്സിന് വഴിയൊരുക്കി കൊടുക്കണം. യൂണിവേഴ്സ് എന്താണ്? ഹൈ വൈബ്രേഷൻ. നിങ്ങൾ ലോ വൈബ്രേഷൻ ആണെങ്കിൽ അതെങ്ങനെ നിങ്ങളിലൂടെ ട്രാവൽ ചെയ്യും? എങ്ങനെ ആ ഹൈ എനർജി നിങ്ങളുടെ പ്രാണിക് ബോഡിയിലും മെൻ്റൽ ബോഡിയിലും ഫിസിക്കൽ ബോഡിയിലൂടെ കടന്ന് ട്രാവൽ ചെയ്ത് മെറ്റീരിയൽ വേൾഡിൽ മാനിഫെസ്റ്റ് ആവും? സാധിക്കില്ല. ദാറ്റ് ഈസ് ദ റീസൺ. അതുകൊണ്ടാണ് എപ്പോഴും അത് ഹൈ വൈബ്രേഷനായിട്ട് കീപ്പ് ചെയ്യണമെന്ന് പറയുന്നത്. ഇത്രയേ ഉള്ളൂ സയൻസ്. കോംപ്ലക്സായി വലിയ വലിയ കാര്യങ്ങളൊന്നും എടുത്ത് നോക്കണ്ട. പിന്നെ ചിലർ പറഞ്ഞു ഹൈ വൈബ്രേഷൻ ഉണ്ടെങ്കിൽ എന്തും മാനിഫെസ്റ്റ് ആക്കാൻ പറ്റുമോ? ഞാൻ റിപ്പീറ്റായി പറയാണ്, ഹൈ വൈബ്രേഷൻ ആണെങ്കിൽ നിങ്ങളുടെ ആഗ്രഹവുമായിട്ട് മാച്ചായി ഇപ്പോൾ അലൈൻമെൻറ്റിലെത്തി.
നിങ്ങൾ അതിന് ഈക്വലായി കഴിഞ്ഞു. പക്ഷെ അത് ഇപ്പോഴും ഭൂമിയിലേക്ക് വന്നിട്ടില്ല, നിങ്ങളുടെ കയ്യിലേക്ക് അത് എത്തിയിട്ടില്ല. അതിന് നിങ്ങളുടെ ഭാഗത്തുനിന്ന് ചില കാര്യങ്ങൾ ചെയ്തിരിക്കണം. അതിനൊരു പ്രോസസ്സുണ്ട്, എഞ്ചിനീയറിംഗ് ഉണ്ട്, അല്ലാതെ നമുക്കത് കൊണ്ടുവരാൻ സാധിക്കില്ല. സോ ഹൈ വൈബ്രേഷൻ ആയാലും ഓട്ടോമാറ്റിക്കലി എല്ലാം മടിയിൽ വന്നിരിക്കില്ല. അത് തെറ്റിദ്ധാരണയാണ്, അങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല. ഹൈ വൈബ്രേഷൻ ആയാൽ നിങ്ങളുടെ സാധ്യത കൂടി എന്നാണ് അർത്ഥം. ലോകത്ത് മറ്റാരേക്കാളും നിങ്ങൾക്കത് മാനിഫെസ്റ്റ് ചെയ്യാൻ പറ്റുമെന്നാണ് അതിൻ്റെ അർത്ഥം. അല്ലാതെ നിങ്ങൾക്ക് എന്തായാലും സംഭവിക്കുന്നല്ല, ചില പൊടിക്കൈകൾ കൂടെ ചെയ്യണം, ദെൻ ഇറ്റ് വിൽ ഹാപ്പൻ. ഓക്കെ, സോ അടുത്ത വീഡിയോ CI മെഡിറ്റേഷൻ ആയിരിക്കും. നിങ്ങൾ കമൻറ്റ് സെക്ഷൻ ഞാൻ കണ്ടു, എപ്പോഴാണ് വരെ വെയിറ്റിംഗ് കഴിഞ്ഞു. ഇനി അടുത്ത വീഡിയോ മോസ്റ്റ് പ്രോബബ്ലി ഈ വീഡിയോ ഐ തിങ്ക് പോസ്റ്റ് ചെയ്യുന്നത് ഫ്രൈഡേ സാറ്റർഡേ ഒക്കെ ആയിരിക്കും. അത് കഴിഞ്ഞാൽ അടുത്ത ആഴ്ച മൺഡേ ഓർ ട്യൂസ്ഡേ ആ മെഡിറ്റേഷൻ വരും. അപ്പോൾ എന്താണ് ശരിക്കും മെഡിറ്റേഷൻ, ആ മെഡിറ്റേഷൻ ചെയ്താൽ എങ്ങനെയാണ് നിങ്ങളുടെ വൈബ്രേഷൻ എനർജി കൂടുന്നതെന്നുള്ളത് നിങ്ങൾ അനുഭവിച്ച് കണ്ടോളൂ. പറഞ്ഞ് എസ്സേ അടിച്ച് ബോറടിപ്പിക്കുന്നില്ല.